നമ്മുടെ ഫിഷ് ടാങ്കുകൾ. ഇപ്പം കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ തിലോപ്പിയ കുഞ്ഞുങ്ങൾ ബ്രീഡായി. ഇത് ഞാനിപ്പം ടാങ്കിലേക്ക് മാറ്റിയതാണ്ട. വളരെ കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഇന്ന് ഇതിൻ്റെ വെള്ളം മാറ്റാനായിട്ട് ചെയ്തപ്പോഴാണ് ഈ ടാങ്കിലാണ് ശരിക്കും ഈ ക്യാന, ഇത് ത്രാഷ് ക്യാന ഇതിലാണ് മീനെ ഇട്ടിരിക്കുന്നത്. 55 ഗാലൻ്റെ ത്രാഷ് ക്യാൻ. ഇതിൻ്റെ അകത്ത് വെള്ളം ചേഞ്ച് ചെയ്യാനായിട്ട് വെള്ളം പറ്റിച്ചപ്പോഴായി കുഞ്ഞുങ്ങളെ കണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് വേറെ ടാങ്കിലേക്ക് മാറ്റി. 100 കാണുമായിരിക്കും. ഇതാണ് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ടാങ്കിലും ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. ഇതിൽ വളർത്തിയാലുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ കാണാനൊക്കത്തില്ല. നമുക്കത് കാരണം അറിയത്തില്ല ബ്രീഡായാലും. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഭാഗ്യവശാൽ വെള്ളം പറ്റിച്ചപ്പം കുഞ്ഞുങ്ങൾ തിരയിറക്കം പോലെ കണ്ടു. അന്നേരം നോക്കിയപ്പോഴാണ് കുഞ്ഞുങ്ങൾ അന്നേരം അങ്ങനെ ഉണ്ടായതേ ഉള്ളൂ. ബാക്കി പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നൊന്നും കാണുന്നില്ല. എനിക്കൊന്ന് മറ്റുള്ള മീനൊക്കെ തിന്ന് കാണുമായിരിക്കും അതിനകത്ത്. അപ്പോൾ ഒന്നും കുഞ്ഞുങ്ങളൊന്നും അതിൻ്റെ അകത്ത് കാണുന്നില്ല. അതും ഇത്രയൊക്കെ ഇതിലിങ്ങനെ മാറ്റിക്കൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒരു മോർട്ടാലിറ്റി പോലും ഇല്ല. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ഒത്തിരി ഉണ്ട്. ഞാൻ 2 നേരം ഫുഡ് കൊടുക്കും, ഫ്ലേക്സ്. ഇതിൻ്റെ ഷ്രിമ്പിൻ്റെ ടാങ്കാണ്. ഷ്രിമ്പിൻ്റെ ടാങ്കിൽ ഇതിനകത്ത് ഒരു 4-5 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോകുന്നത് അത് തിലോപ്പിയുടെ കുഞ്ഞാണത്. ഷ്രിമ്പുണ്ട്. അത് ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഷ്രിമ്പിനെ അമ്മാരടിക്കും. ഷ്രിമ്പ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ക്യാമറയിൽ അത്രയും ക്ലിയർ അല്ല. ഇതിൻ്റെ അകത്ത് ഈ ഡക്ക് വീടാണ് ഈ കിടക്കുന്നത്. ഡക്ക് വീടാണ് ഞാൻ ഈ മീനുകൾക്കൊക്കെ വാരി തീറ്റ കൊടുക്കുന്ന സാധനമാണ് ഈ ഡക്ക് വീട്. ഇതൊക്കെ മീനെ വളർത്തിയിരുന്നതാണ്. ഇതൊക്കെ മീൻ തീർന്നപ്പോൾ എല്ലാം കാലിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ആ കുഞ്ഞുങ്ങൾ വളർന്നിട്ട് വേണം ഇതിലേക്കൊക്കെ മാറ്റാൻ. ആണ് നമ്മുടെ ഗ്രീൻ ഹൗസ്. ഇന്നാണ് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കരിയാപ്പൊക്കെ നിൽപ്പുണ്ട്. ഉണ്ടല്ലേ, ഇനി ചെടികൾ വെക്കാനുണ്ട്. എല്ലാം ടൈമർ വെച്ചിരിക്കുക. ട്യൂബായിട്ടിരിക്കുന്നത് 6000K ട്യൂബാണ്. ഫുള്ളി ട്യൂബ് ഇട്ട് വെച്ചിരിക്കുക. ഇനി ഒരു 6 മാസം ചെടികളെല്ലാം ഇതിൻ്റെ അകത്തായിരിക്കും. ഇനിയും വെച്ചിട്ടില്ല, ഇനിയും വെക്കാനുണ്ട്. ചെടികളൊക്കെ കുറച്ചുകൂടെ വെക്കാനുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ബായ്.